ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഈ കണ്ണാടി വെക്കാമെന്ന് വിചാരിച്ച് ഒരു വെറൈറ്റിക്ക് ഒരുപാട് പേര് ഈ കണ്ണാടി എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി എഡ്ജ് ഒപ്റ്റിക്കൽസിൽ നിന്നുമാണ്. ഇത് എംപോറിയോ അർമാനി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു കണ്ണാടിയാണ്. ഇതിൻ്റെ നമ്പറും സീരിയൽ നമ്പറൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അത് ഈ വടിയുടെ അവിടെ സൈഡിൽ കാണും. EA4253U എന്നാണ് ഇതിൻ്റെ കോഡ്. EA4253U. അപ്പോൾ വേണ്ടവർക്ക് എഡ്ജിലും പോവാം. എന്താണെങ്കിലും എൻ്റെ കയ്യിലിരിക്കുന്നു നമ്മുടെ X300 അൾട്ര. ഇത് വെച്ചെടുത്ത നമ്മുടെ SKP ഇല്ലേ, നമ്മുടെ സിനാൻ, നമ്മുടെ ഇവിടെ ഉള്ള ദുബായിലുള്ള, അവന് ഞാനൊരു 2-3 ദിവസം ഈ ഫോൺ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം കുറച്ചൊരു വീഡിയോ ഇത് വെച്ചെടുത്ത് ഒരു സാധനം ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടിട്ട് വാ. വിവോ X300 അൾട്ര ഇപ്പോൾ ലാസ്റ്റ് ഒരു 4-5 ദിവസമായിട്ട് ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കാൻ മീൻസ് പിന്നെ ക്യാമറ വൈസ് ആയിട്ട് നമ്മൾ ചെറിയ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എല്ലാവരും ബെസ്റ്റ് തന്നെ നമ്മളൊരു പുതിയ ഫോൺ ഇട്ടിക്കഴിഞ്ഞാൽ ഈ ക്യാമറ ആപ്പാണ് ഫസ്റ്റ് തുറന്നു നോക്കുക. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയെ പറ്റി പറയുകയാണെങ്കിൽ 10ൽ 10 മാർക്ക് ഞാൻ കൊടുക്കും. 10ൽ 10 മാർക്കും കൊടുക്കുക. ചെറിയൊരു പ്രോസസ്സിങ് ടൈമെല്ലാം ഇടയ്ക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ ക്വാളിറ്റി ഔട്ട് നമുക്ക് ഇത് കിട്ടുമ്പോൾ അത് നമ്മോട് മറന്നു പോകുന്നുണ്ട്. അതായത് നമ്മൾ നോർമലി ഒരു ഫോട്ടോയിൽ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പോർട്രേറ്റ് ഓപ്ഷനിൽ ഇട്ടിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായി ബൊക്കെ എഫക്റ്റ്, ഫോർഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം നന്നായിട്ട് കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ക്യാമറ നോർമലി ഒരു 35mm ആണ് വരുന്നത്. 35mm ലെൻസ് ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം അവരൊരു എന്താ പറയുക, ഒരു ഡ്രീം എന്നല്ല, അവരൊരു മെയിൻ ഓൾ ടൈം ഗോ ലെൻസാണ് ആ 35mm. നമ്മൾ ഈ കണ്ണിലൂടെ കാണുന്ന ആ ഒരു അതേ വിഷ്വൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന 35mm. അപ്പോൾ ഫോട്ടോഗ്രാഫിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കളർ ടോൺ. സാധാരണ ഇങ്ങനത്തെ ഓരോ ഫോണുകളിലെല്ലാം എന്ന് വെച്ചാൽ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ പ്രോസസ്സിങ് അവർ വല്ലാണ്ടൊരു കളർ ടോണെല്ലാം വല്ലാണ്ടങ്ങ് വൈറ്റ് വാഷ് അടിച്ച പോലെ ആയിക്കളി ഫേസിൽ. പക്ഷേ ഇത് നല്ല ന്യൂട്രൽ കളർ ടോണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതാണെങ്കിലും ഫോട്ടോജീനിക് ആയിട്ടുള്ള ഒരുപാട് എഫക്ട്സും അതിലുണ്ട്. എഫക്ട്സ് എന്നൊന്നും പറയാൻ പറ്റില്ല, നല്ലൊരു കളർ ടോൺസ് ഉള്ള ഒരുപാട് ഫിൽറ്റേഴ്സ് അതിലുണ്ട്. പിന്നെ ബോറൊന്നും ഇല്ലാണ്ട് നമ്മൾ അധികം ഭയങ്കരമായിട്ട് സ്മൂത്ത് ചെയ്യാത്തൊന്നും നല്ല ന്യൂട്രൽ ലുക്കുള്ള ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. പിന്നെ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ ലോക്ക് ഫോർമാറ്റ്, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഐഫോണൊന്നും ക്യാമറയൊന്നും അല്ലാണ്ട് വേറെ ഒരു ഫോണൊന്നും ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ ഇതിൽ നിന്ന് ഞാനൊരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ലോഗിൽ എടുത്തത് ആഫ്റ്റർ കളർ ഗ്രേഡിങ്ങും ബിഫോർ കളർ ഗ്രേഡിങ്ങും നല്ല ക്വാളിറ്റി ഔട്ട്, ലോഗിലും നോർമലിലും. പക്ഷേ വീഡിയോനേക്കാളും മെയിൻലി ഫോട്ടോ കേട്ടോ. എൻ്റെ എഡ്ജസ് എല്ലാം നല്ല ഷാർപ്പ് എഡ്ജസ്. ഒരു ഫോട്ടോഗ്രാഫി നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് ബെറ്റർ ചോയ്സ് ഫോൺ, ഒരു വർത്താനമില്ല. അത് മെയിൻലി ഫോട്ടോഗ്രാഫി. വീഡിയോഗ്രാഫി ഓക്കെ, വീഡിയോഗ്രാഫിയും നൈസൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ എടുത്ത പാടുള്ള ഔട്ടും പിന്നെ നമ്മൾ ആഫ്റ്റർ എഡിറ്റ് എല്ലാം ചെയ്തിട്ടുള്ള ഒരു ഔട്ടും തമ്മിൽ വെച്ചാൽ ഒരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എനിക്കറിയാലേ അത് ആൻഡ്രോയിഡിലാണെങ്കിലും അങ്ങനെ വരും. പക്ഷേ ലോഗിലെടുത്ത് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ നോർമലി ബേസിക് കളർ ഗ്രേഡ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്തത്. എന്നിട്ടും അടിപൊളി ക്വാളിറ്റി. അത് ഡാവിഞ്ചിലൊക്കെ ഇടുകയാണെങ്കിൽ പൊളിക്കും. അപ്പോൾ അത്ര തന്നെ 10ൽ 10 ഫോർ ഫോട്ടോഗ്രാഫി. വിവോ X300 അൾട്ര. Good morning ladies and gentlemen, welcome to your favorite അപ്പം അതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വർഷം. ദിസ് ഇയർ ഈ ഫോൺ ഒരു വീഡിയോ സെൻട്രിക് ഫോണായിട്ടാണ് വിവോ ഇറക്കിയിരിക്കുന്നത്, X300 അൾട്ര. കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നമുക്ക് സ്പെക്ക് പരമായിട്ടൊക്കെ ഭയാനകമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. നമുക്കെന്തായാലും ഓരോന്നായിട്ട് പറയാം. നമുക്ക് ആദ്യം തന്നെ ഡിസൈനെ പറ്റി സംസാരിക്കാം. ഒരു ഗ്ലാസ് ബാക്കും ഫ്രണ്ടിലും ഗ്ലാസ്സാണ് വരുന്നത്. ഒബ്വിയസ്ലി ആർമർ ഗ്ലാസ്സാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസും മറ്റേ സ്ക്വാറ്റ് സെൻസേഷനൊന്നുമല്ല, എന്തോ ആർമർ ഗ്ലാസ് എന്ന് പറഞ്ഞൊരു സാധനമാണ് കൊടുത്തേക്കണം. പിന്നെ നമുക്ക് കണ്ട് ഈ ക്യാമറയുടെ ഇവിടെ ആയിട്ടൊരു റെഡ് റിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. ഒരു ഫോണിനൊരു ചെറിയൊരു നല്ലൊരു ക്യാമറ സെൻട്രിക് ഫോണാണെന്നുള്ളൊരു ലുക്ക് നമുക്കിവിടെ കൊടുക്കാം. വോബിൾ ആവില്ല, എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇരുന്നോളും. മറ്റേ കടം കുടു എന്ന് പറഞ്ഞാൽ ആടൂല. മെറ്റാലിക് ഫ്രെയിമാണ് വരുന്നത്. നമുക്ക് IP68 69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്.
നമുക്ക് eSIM വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, ഡ്യുവൽ സ്പീക്കർ വരുന്നുണ്ട്. വേണമെങ്കിൽ ചെറുതായിട്ട് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം. കോപ്പി റൈറ്റ് ഇല്ലാത്ത പാട്ടവിടെ കുട്ടാ. നല്ല ലൗഡാണ്. അഗെയിൻ ബോട്ടമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സൗണ്ട് വരുന്നത്. ഇടിയൊക്കെ ഉണ്ട്. മനോഹരമുള്ള അടിപൊളി. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 6.8 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, LTPO പാനലാണ് വരുന്നത്, ആമുലേറ്റ് പാനലാണ് വരുന്നത്, 10 ബിറ്റ് പാനലാണ് വരുന്നത്. നമുക്ക് 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഏകദേശം 1900-1600 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡൽ. അതായത് വെയിലത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് വിസിബിലിറ്റിയിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് ആണ് വരുന്നത്. DC ഡിമ്മിങ്ങും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് തന്നെ ഐ കെയർ എന്ന് പറയുന്നൊരു പരിപാടി തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഐ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞേണ്ട ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐ കംഫർട്ട് ആൻഡ് പ്രൊട്ടക്ഷനിൽ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഈ ഉറങ്ങണ സമയത്ത് ഇത് മൊത്തം ഡിം ചെയ്യുക, ആൻറ്റി ഫറ്റീക്ക് ബ്രൈറ്റ്നസ്, അഡാപ്റ്റീവ് കളറ്, ഫുൾ PWM ഡിമ്മിങ് ഓണാക്കി ഇടുക എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് HDR10+ൻ്റെ സപ്പോർട്ട്, HDR10, HDR സപ്പോർട്ട് ഇൻ നെറ്റ്ഫ്ലിക്സ്, പ്രൈം, യൂട്യൂബ്, ഡോൾബി വിഷൻ്റെ സപ്പോർട്ട്, അതായത് ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന സിനിമകളും ഷോകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഡോൾബി വിഷൻ്റെ കളറിലും കാണാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. പിന്നെ നമുക്ക് 2 ഡ്യുവൽ സിം ഇടാൻ പറ്റുന്നൊരു സ്ലോട്ടും, നമുക്കൊരു eSIM-ഉം, പിന്നെ നമുക്ക് USB സ്റ്റാൻഡേർഡ് 3.2 ആണ് വരുന്നത്, വിച്ച് മീൻസ് 10 Gbps സ്പീഡാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ട് ഷടപടയെന്ന സാധനങ്ങൾ ഇത് ചെയ്യാനാണെങ്കിലും വീഡിയോ റെക്കോർഡ് ചെയ്യാനാണെങ്കിലും എല്ലാം ഇതിൽ പടപടയെന്ന് നടക്കും. ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടിയിട്ടുള്ള എല്ലാ കുന്തവും ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് പിന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ 2.0 ആണ്. പടക്കും, ചുമ്മാ അടക്കണം, പറന്ന് പറയണം, പറന്ന് പറയണുണ്ടോ. ഇമാതിരി ജില്ലെന്ന് പറഞ്ഞ് നമുക്ക് കയറാൻ പറ്റും. അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയതുകൊണ്ട് തന്നെ വെറ്റ് ഫിംഗേഴ്സ് ആണെങ്കിലും സുഖമായിട്ട് തന്നെ ഇതിൽ വർക്കാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാ സാധനങ്ങളും ഈ ഫോണിലുണ്ട്. എനിക്കിതിൽ എവിടെയെങ്കിലും ചവിട്ടിയിട്ടുണ്ടോ കേസ് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല. ഒരു വില കൂടിയ ഫോണിൽ എന്തൊക്കെ വേണോ, എന്തൊക്കെ ആകെ ചവിട്ടിയതെന്ന് പറയുന്നത് ബാറ്ററിയിലാണ്. 6600 mAh ബാറ്ററി ഇതിൻ്റെ അകത്തുള്ളൂ. 6600 mAh ബാറ്ററി. ഈ ഒരു കാലഘട്ടത്തിൽ 7000 നമ്മുടെ ഓപ്പോയും ടീമുകളൊക്കെ 7050 ഒക്കെ തരുന്ന സമയത്ത് 6600. പക്ഷേ ഒരു ഫുൾ ഡേ ബാറ്ററി ലൈഫ് ഒരു കുഴപ്പമില്ലാതെ കിട്ടും, ഒരു വിഷയമില്ല. പിന്നെ ചാർജ് തീർന്നു പോയി കഴിഞ്ഞാൽ അവന്മാർ തന്നെ പെട്ടിയിനകത്ത് ചാർജർ തരുന്നുണ്ട്. അതും PD ചാർജർ 100 വാട്ടിൻ്റെ. അതുമാത്രമല്ല 40 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. റിവേഴ്സ് ചാർജിങ് ഒക്കെ ഉണ്ട്, വയർ ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. എന്ന് പറയേണ്ട ബാറ്ററി ലൈഫൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്കൊരു ഫുൾ ഡേ ബാറ്ററി ലൈഫ് സുഖമായിട്ട് കിട്ടും. പിന്നെ ഒരു വളരെ മോഡറേറ്റ് ആയിട്ടുള്ള യൂസ്, ഇതൊന്നും വെച്ചാൽ ആരും അങ്ങനെ മോഡറേറ്റ് യൂസ് ഒന്നും എടുക്കില്ല. ഫുൾ ടൈം ക്യാമറ ആപ്പിലായിരിക്കും, അങ്ങനെയുള്ളവരെ ഈ സാധനം എടുക്കത്തുള്ളൂ, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു 1 ഡേ ബാറ്ററി ലൈഫ് ഈസി ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഒരു കിഡിലും വേപ്പർ കൂളിംഗ് അല്ല, നമുക്കൊരു ലിക്വിഡ് കൂളിംഗ് ചേമ്പറാണ് ഇതിൻ്റെ അകത്ത് കൂളിങ്ങിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സാധനം ഉണ്ട് കേട്ടോ. പിന്നെ ഈ വെയിലത്ത് ഉച്ചയ്ക്ക് പോയി ഈ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അയ്യോ ഫോൺ ചൂടാവണമെണ്ണ എന്ന് പറയരുത് എൻ്റെ അടുത്ത്. ഈ ലോകത്തൊരു ഫോണും ഇതുവരെ ഇറങ്ങിയിട്ടില്ല അങ്ങനെ മറ്റേ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ പോലെ നിൽക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പൊന്നെണ്ണ നമ്മുടെ നാട്ടിലെ വെതർ കണ്ടീഷൻ വൻ ശോകമാണ്. നമ്മുടെ നാട്ടിൽ മഴ പെയ്ത് തുടങ്ങുമ്പോൾ ഒരു കുഴപ്പമില്ല, ഒന്ന് ചൂട് തുടങ്ങിക്കഴിഞ്ഞാണല്ലോ നമ്മുടെ എല്ലാ ഫോണുകളും ഹീറ്റായി തുടങ്ങും. അതേപോലെ ഹീറ്റാവുന്ന സമയത്ത് എടുക്കുന്ന ഫോട്ടോസും വീഡിയോസിൻ്റെ പ്രോസസ്സിങ് വളരെ മോശമായിരിക്കും. ബിക്കോസ് ത്രോട്ടിലിംഗ് എന്ന് പറഞ്ഞ സാധനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായ? അപ്പോൾ എല്ലാവരും അന്ന് മനസ്സിൽ വെച്ചേക്കുക. എന്നാൽ പോലും വിവോ ഒരു ലിക്വിഡ് കൂളിംഗ് പരിപാടിയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ LPDDR5X അൾട്രാ റാം, UFS സ്റ്റോറേജ് 4.1, പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5ൻ്റെ ചിപ്സെറ്റാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി പൊളി ചിപ്സെറ്റ്. നിങ്ങൾക്ക് ഏത് ഗെയിമും കളിക്കാം, ഏത് വീഡിയോയും എഡിറ്റ് ചെയ്യാം, ക്യാപ് കട്ട് യൂസ് ചെയ്യാം, എന്ത് തേങ്ങ വേണമെങ്കിലും സ്മൂത്ത് ആൻഡ് സ്നാപ്പി ആയിട്ട് ഈ ഒരു ഫോണിൽ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. ക്യാമറ ആപ്പിനെ പറ്റി നമുക്ക് സംസാരിക്കും ഇൻഡെപ്റ്റായിട്ട്, അതിലാണ് നമ്മുടെ മെയിൻ കൺസേൺ വരുന്നത്. പിന്നെ 4.6 GHz ക്ലോക്ക് ചെയ്തിരിക്കുന്നത്, 3 nm പ്രോസസ്സിംഗ് ആണ്. ഏതൊരു ഗെയിമും സുഖമായിട്ട് ഇതിൽ കളിക്കാൻ പറ്റും. വിത്ത് വേപ്പർ കൂളിംഗ് ചേമ്പർ നമുക്ക് മണിക്കൂർ കളിച്ചുള്ള ഗെയിമിങ് വിത്തൗട്ട് ത്രോട്ടിലിങ്ങും ഇതിൽ സംഭവിക്കും. സോ
അതൊക്കെയാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒറിജിനോയ 6 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അതും ഞാനിവിടെ എടുത്ത് പറയുന്നു. ഞാൻ അതിനെപ്പറ്റി ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയും അതിലോട്ട് സംസാരിക്കുന്നില്ല. എല്ലാ കുന്ത്രാണ്ടങ്ങളും ഒറിജിനോയ്സിലുള്ള സാധനമുണ്ട്. ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ മറ്റേ പടം മാറണത്, ലൈവ് വാൾപേപ്പർ സപ്പോർട്ട്, പിന്നെ നമുക്ക് മറ്റേ എന്തൊരു ഒറിജിൻ ഐലൻഡ്, അതായത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒറിജിൻ ഐലൻഡിലോട്ട് തട്ടി ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എക്സിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തട്ടാവുന്ന പരിപാടികൾ എല്ലാം ഉണ്ട്. പിന്നെ വിവോയുടെ ഡോക്യുമെൻറ്റ്, വിവോയുടെ പുതിയ റെക്കോർഡർ, ഞാൻ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, പോയി കാണി. അതാണ് എനിക്കവിടെ പറയാനുള്ളത്. 5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം എല്ലാ മാസവും നമുക്ക് മുടങ്ങാണ്ട് തന്നെ നമുക്ക് വിവോ അപ്ഡേറ്റുകൾ തരുന്നുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി എ വെരി ഗുഡ് തിങ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഇപ്പോൾ തന്നെ നമ്മൾ എവിടെയാണ് കിടക്കുന്നത്? ഏപ്രിൽ 2006 സെക്യൂരിറ്റി പാച്ചിലാണ് കിടക്കുന്നത്. ഇപ്പം മേ ആയേ, അടുത്ത വരും. ആരും പേടിക്കണം. അമ്മാതിരി ഡേറ്റ്, അതായത് ടൈംലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം സ്മൂത്ത് ആൻഡ് സ്നൂപ്പിയൊക്കെയാണ്. പിന്നെ നമുക്ക് മറ്റേ ടെസ്റ്റുകളൊക്കെ ഞാൻ ചെയ്തായിരുന്നു. നിങ്ങളുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, അതിൽ നമുക്ക് ആൻഡ്യൂറ്റ് ചെയ്തപ്പോൾ 3.91 മില്യനാണ് കിട്ടുന്നത്. ഏകദേശം ഒരു 4 മില്യൻ്റെ അടുത്തൊക്കെ നമുക്ക് കിട്ടും. ത്രോട്ടിലിംഗ് ടെസ്റ്റ് നമുക്ക് 69-70 വരെയൊക്കെ അത്യാവശ്യം ഗ്രീൻ ആൻഡ് യെല്ലോയിലാണ് നിൽക്കുന്നത്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ കൂളിംഗ് സിസ്റ്റം സെറ്റാണ്. അതേപോലെ നമ്മൾ സ്റ്റെബിലിറ്റി നോക്കുന്ന സമയത്ത് ഏകദേശം 70% 6139 ബെസ്റ്റ് ലൂപ്പും വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും ഇതൊരു വലിയൊരു സംഭവം ആയതുകൊണ്ട് തന്നെ, അത് ഭയങ്കര വലിയ പ്രോസസ്സിങ് നടക്കുന്ന ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏകദേശം 50 ഡിഗ്രി വരെ ഫോൺ ചൂടായി. നമുക്ക് എന്നാൽ പോലും ഫ്രെയിം റേറ്റ് 48 FPS വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കിട്ടുന്നുണ്ട്. ലൈക്ക് ഐ സെഡ് 70% സ്റ്റെബിലിറ്റി ഫോർ ദിസ് ചിപ്പ് സെറ്റ് ഈസ് വെരി നൈസ്. പിന്നെ നമുക്ക് നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് വരുന്നത്. എക്സ് ആക്സിസ് മോട്ടറാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് ആക്ച്വലി ഗിവ്സ് യു നൈസ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആസ് വെൽ. ഡിസ്പ്ലേയുടെ കേസിൽ 2K റെസൊല്യൂഷനാണ്, 1.5K അല്ല 2K റെസൊല്യൂഷൻ്റെ ഡിസ്പ്ലേ ആണ്. സോ ആ ഞാൻ പറയും, ഈ ഫോണിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് എന്തൊക്കെ വേണോ അതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. ബ്ലൂടൂത്ത് 6.1, Wi-Fi 7, അതൊക്കെ തന്നെ എല്ലാം ഉണ്ട്. ഡിസ്പ്ലേ ട്യൂൺ ചെയ്തിരിക്കുന്നത് സയസിൻ്റെ മാസ്റ്റർ കളർ എന്ന് പറയുന്ന സാധനത്തിലാണ് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് വെരി നൈസ് കളേഴ്സ്. ഇതിൻ്റെ ഈ ബ്ലാക്ക് കളറും ഗ്രീൻ കളറും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്രൈസൊക്കെ ഞാൻ പറഞ്ഞാൽ മതി, നമുക്ക് ദുബായിൽ നിന്ന് മേടിക്കാം. ഫോൺ മാത്രമായിട്ടാണെങ്കിൽ ഒരു മിനിറ്റ്. സോറി ഗൈസ്, ഞാൻ ആ പാർസൽ മേടിക്കാൻ പോയിട്ട് ആ വഴി ഞാൻ അങ്ങ് പോയി. എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് വേറൊരു ദിവസമാണ് ഞാൻ എടുക്കുന്നത് വീഡിയോ. എന്താണെങ്കിലും നമ്മൾ വിവോ X300 അൾട്രയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഡിസ്പ്ലേ പറ്റി പറഞ്ഞ്, പെർഫോമൻസിനെ പറ്റി പറഞ്ഞ്, ഞാൻ പറയും ഒരു ടോപ്പ് ലെവൽ ഫ്ലാഗ്ഷിപ്പിൽ ഫോണിന് വേണ്ട എല്ലാ സകല സാധനങ്ങളും ഈ ഫോണിൻ്റെ അകത്തുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും അത് കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് എവിഡൻ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ കാണുമായിരിക്കും ഒബ്വിയസ്ലി. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം തന്നെ, 16 GB റാമാണ് എൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തന്നെ ഈ 16 GB റാം ഒരു ഫോണിൽ വെക്കാൻ തന്നെ ഏകദേശം 32,000 രൂപ ആവും എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇറ്റ് ഈസ് ആക്ച്വലി കൈൻഡ് ഓഫ് ട്രൂ. സോ നമുക്കിനി എന്തായാലും ഇതിൻ്റെ ഈ വലിയ ക്യാമറയെ പറ്റി സംസാരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസർ, ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ 50 മെഗാപിക്സലാണ്. അടിപൊളി സെൽഫി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നമുക്ക് 4K വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളും ഒക്കെ അതിൽ വരുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇട്ടോട്ടെ. അപ്പം നമുക്ക് ക്യാമറ പറ്റി പറയാനാണെങ്കിൽ, ഫ്രണ്ടിൽ നമുക്ക് മനോഹരമായ ഒരു ഫ്രണ്ട് 50 മെഗാപിക്സൽ വരുന്നുണ്ട്. അത് നമുക്ക് വൈഡായിട്ടും ക്ലോസ് ആയിട്ടും ഒക്കെ എടുക്കാം. ഇതിൽ തന്നെ പല നമുക്ക് ടോണുകളൊക്കെ ആഡ് ചെയ്യാം. ഇതേപോലെയൊക്കെ സെൽഫിയിലൊക്കെ കുറച്ച് കളർ ടോൺസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. ഇതെവിടെ നിന്നാണ് പൊക്കിയെന്ന് അറിയാമല്ലേ, ഞാനതിൻ്റെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലേ, അവിടെ നിന്ന് തന്നെ ഇതേപോലത്തെയൊക്കെ ഒരു ടോൺ എടുത്തിട്ട് അതിനെ നമ്മൾ ഇഷ്ടമനുസരിച്ചിട്ട് കൂട്ടുകയും കൂടെയൊക്കെ ചെയ്യാം. അങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ല കുറച്ച് ഫിലിം പരിപാടികളും ഇതൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടമനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാം. നാച്ചുറൽ ഓക്കെ, ഓക്കെ. എന്നിട്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ HDR ഉണ്ട്, കൗണ്ട് ഡൗൺ ഉണ്ട്. ഇതൊന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ഒരു ഓവറോൾ UI പരിപാടികളൊക്കെ മാറ്റി. നിങ്ങൾക്ക് മോളിൽ കാണുന്ന പോലെ മോളിൽ അത്യാവശ്യം ഈ 50 മെഗാപിക്സൽ ലൈവ് ഫോട്ടോ ഒക്കെ മോളിൽ വന്നിട്ടുണ്ട്. ഇന്ന് താഴെ നമുക്ക് വരുമ്പം ഈ ഒരു സാധനത്തിൽ ഇപ്പം നെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറഞ്ഞത്. സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഏകദേശം ഇതുപോലെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. ഫ്ലാഷും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് വീഡിയോ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് 4K 60 FPS വരെ സപ്പോർട്ടുണ്ട് ഫ്രണ്ട് ക്യാമറയിൽ. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിലോട്ട് പോണ പരിപാടി ഉണ്ടല്ലോ, അത് ഇതിലുണ്ട് കേട്ടോ.
നിപ്പിൽ ബാക്ക് കാണിക്കാനുള്ള പരിപാടി ഇതിൽ വരുന്നുണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോട്ടോയും എടുക്കാനുള്ള പരിപാടി, പോസ് ചെയ്യാനുള്ള പരിപാടിയും ഇവിടെ കാണുന്നുണ്ട്. മോളിൽ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോയിൽ ഇവിടെ കണ്ട ഒരു മൈക്കിൻ്റെ പരിപാടി. ഈ സാധനം പൊളിയാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഇവിടെ നമുക്ക് മൈക്ക്, നമ്മുടെ കയ്യിൽ വല്ല ലാപ്പിൽ മൈക്കാ മറ്റേ വയർലെസ് മൈക്കൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ 4 മൈക്ക്, കോഡ് മൈക്ക് ടെക്നോളജിയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഈ സാധനം നിറച്ച് മൈക്കാണ്. എന്നാൽ നമ്മൾ താഴെ കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതിങ്ങനെ ഇവിടെ ഒരു താഴെ ഒരു മൈക്കുണ്ട്. അത് നമ്മളിപ്പം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മൈക്കിൽ തൊടേണ്ടത് ഇത് കണ്ട ബോട്ടം മൈക്രോഫോൺ മേ ബി ബ്ലോക്ക്ഡ് എന്ന് കാണിക്കണണ്ട. അപ്പോൾ നിങ്ങളത് ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ കൈ വെക്കുമ്പോൾ ഈ അടിയിലോട്ട് ഇത് പോവരുത്. സാധാ ഫോട്ടോസ് ബാക്കിൽ പോയി കഴിഞ്ഞാൽ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 മെഗാ പിക്സൽ, ഒരു 50 മെഗാ പിക്സൽ. ആ 50 മെഗാ പിക്സൽ ക്യാമറ അൾട്രാ വൈഡിൽ OIS ഉണ്ട്. യൂഷ്വലി ഒരുമാതിരിപ്പെട്ട ഒരു ഫോണിലും അത് കൊടുക്കാറില്ല. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിങ് അൾട്രാ വൈഡിലില്ല. സോ ദേ ഹാവ് യൂസ്ഡ് എ റിയലി ഗുഡ് സെൻസർ. ഐ തിങ്ക് ഇറ്റ്സ് എ സാംസങ് സെൻസർ ഇഫ് ഐ എം നോട്ട് റോങ്. അല്ലല്ല, സോണിയുടെ സെൻസർ തന്നെയാണ്. യെസ്, സോണിയുടെ 8180 അങ്ങനെ എന്തോ ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആ 200 മെഗാ പിക്സലും മെയിൻ ഉണ്ടല്ലോ ഈ 35mm, ഈ 40mm ആണ് OIS വരുന്നത്. 35mm സോണിയുടെ സെൻസർ തന്നെയാണ്. കുറച്ചും കൂടെ വലിയ സെൻസറൊക്കെ ഉള്ള ഒരു സാധനമാണ്. 1:1.2 1.12 അങ്ങനെ എന്തോണ് സെൻസർ സൈസ് വരുന്നത്. ഈ 85mm 200 മെഗാ പിക്സലാണ് നമ്മുടെ സാംസങ്ങിൻ്റെ സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. HP0 എന്ന സെൻസറാണ്. 120, 230 വരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. 230 തന്നെ നമുക്ക് നല്ല രീതിയിൽ നല്ല ക്ലാരിറ്റിയോടെ നല്ല സൂം ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും. സോ ദാറ്റ് ഈസ് ദെയർ. പിന്നെ അറിയാലോ, മറ്റേ പുട്ടുകുറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൂം ഫെസിലിറ്റി കുറച്ചും കൂടെ കൂടും. അത് അഡീഷണൽ കാശ് കൊടുക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. പിന്നെ നമുക്ക് ഇവിടെയും ഇതേപോലെ മോളിൽ നമുക്ക് ഈ പറയുന്ന 25 മെഗാ പിക്സലിൽ നിങ്ങൾക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാം. ദൈവത്തിന് ഓർത്ത് ഇത് വെച്ച് വേണം ഫോട്ടോ എടുക്കേണ്ടത്. നല്ല കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് കിട്ടും. യൂഷ്വലി ഈ സാധനം ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇതിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 5.4 MB ആണ് ഈ ഫയൽ സൈസ് വരുന്നത്. ഇപ്പം ഞാനത് 25 മെഗാ പിക്സൽ ഇട്ടിട്ട് ആ സെയിം ഫോട്ടോ എടുക്കണമെന്ന് വെച്ചോ. ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കൊണ്ടുവരും ഫോട്ടോയിൽ. ഓക്കെ, കുറച്ചും കൂടെയൊക്കെ സൂം ചെയ്യുന്ന സമയത്തും നമുക്ക് ക്ലാരിറ്റി ഇതിൽ കൂടുതലായിരിക്കും. 6.68 MB, ഏകദേശം 1.5 MB കൂടിയിട്ടുണ്ട്. സോ ഡീറ്റെയിലിംഗ് ഓൾസോ കുറച്ചും കൂടെ കൂടും വെൻ യു ടേക്ക് ഇറ്റ് ഓൺ 25 മെഗാ പിക്സൽ. സോ മേക്ക് ഷുവർ, ഞാൻ പറയാം, ഈ പറയുന്ന 50, 200 ഒന്നും ഇടണ്ട. ഈ 25 മെഗാ പിക്സൽ ഇട്ട് വേണം എല്ലാ സാധനത്തിൽ നിന്നും നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇതേ സാധനം തന്നെ നമ്മുടെ ഓപ്പോയിലും ഐഫോണിൽ 24 മെഗാ പിക്സലോ 21 മെഗാ പിക്സലോ എന്തോ ആണ് എടുക്കുന്നത് ഇപ്പം ഹൈ ക്വാളിറ്റി ഫോട്ടോസ്. അതുകൊണ്ട് ഓപ്പോയിൽ 28 മെഗാ പിക്സൽ, വിവോയിൽ 25 മെഗാ പിക്സൽ നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ മറ്റേ ഗൂഗിൾ ലെൻസ്, പിന്നെ ഫ്ലാഷ്, ലൈവ് ഫോട്ടോ, ടെലി കൺവേർട്ടറിൻ്റെ സൈന്, ഇഷ്ടം പോലെ മറ്റേ ഈ കിടിലം സാധനങ്ങൾ, റോ ലൈറ്റിംഗ്, കൗണ്ട് ഡൗൺ, സൂപ്പർ മാക്രോ, സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞാൽ മൂവിങ് ഒബ്ജക്ട്സിനെ ഫോട്ടോ എടുക്കണമെങ്കിൽ സ്നാപ്ഷോട്ട് ഓൺ ചെയ്യുക. കാറ്, സ്പോർട്സ് ഒക്കെ സാധനത്തിന് സ്നാപ്ഷോട്ട് ഇസ് എ ഗുഡ് ഓപ്ഷൻ. സൂപ്പർ മാർക്കറ്റ് അടുത്ത് പോകുമ്പോൾ എടുക്കാൻ കുറേ പേര് ഈ ഫുൾ ഇടണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്കറിയണ്ട നിങ്ങൾ എന്തിനാണ് അത് ഇടുന്നത്. ഞാനൊക്കെ 4:3 ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. സോ അങ്ങനെ ഫോട്ടോസിൻ്റെ കാര്യത്തിലാണ് അടിപൊളി ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. കിടിലം ഫോട്ടോസിനെ പറ്റി പറഞ്ഞിട്ട് വീഡിയോസിലോട്ട് പോകാല്ലേ. ഫോട്ടോ സാമ്പിൾസ് കാണാം. ഈ ഫോട്ടോയൊക്കെ നോക്ക്, എന്ത് ഷാർപ്പ് നോക്ക്, കളറൊക്കെ ഉണ്ട് പെപ്സിയിലൊക്കെ. കുറച്ചും കൂടെ കളേഴ്സ് ആഡ് ചെയ്യും കേട്ടോ. നമ്മളൊരു ട്രൂ ടു ദി ഐ, ഇപ്പം ഈ കാണുന്ന ക്യാനിൻ്റെ അതേ കളർ തന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റഡ് ആയിട്ടുള്ള കളേഴ്സ് തരുന്ന, ഇന്ന് യെറ്റ് നാച്ചുറൽ ഫീൽ തരുന്ന ഫോട്ടോസാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വെച്ച് എടുക്കാൻ പറ്റുന്നത്. ഓൾസോ ഇതിൻ്റെ ഒരു എഡ്ജ് ഡിറ്റക്ഷനൊക്കെ ആണെങ്കിലും ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ദ ബൊക്കെ ബിഹൈൻഡ് ഈ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് സാധനമൊക്കെ ഭയങ്കര രസമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഒരു സൂം ലെൻസ്, നമ്മുടെ മറ്റേ പുട്ടുകുറ്റി വെച്ചെടുത്ത ഫോട്ടോ ആണ്. ആ ക്ലിയറൊക്കെ ക്വാളിറ്റി ഉണ്ട്. 1600 മില്ലിമീറ്ററിൻ്റെ. അതേപോലെ ഒരു 800, ഇത് മറ്റേ പുട്ടുകുറ്റി വെച്ചെടുത്തേക്കണാണ്. നല്ല സ്കിൻ ടോണും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നൈറ്റ് ഫോട്ടോ ആണ്. ഒരു ബൊക്കെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ എഡ്ജ് ഡിറ്റക്ഷനാണ് കാണുക. എത്ര ഫ്ലോലെസ് നോക്കി, ഒന്നും പറയും. ഇത് വാക്കിംഗ് ഷോട്ടാണ്. ഒരാൾ നടന്നു വരുന്നതിൻ്റെ ഫോട്ടോ എടുത്തേക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്.
ലൈക്ക് ഐ സെഡ്, യു ക്യാൻ ടേക്ക് സം റിയലി ഗുഡ് പിക്ചേഴ്സ് വിത്ത് ദിസ് ഫോൺ. ആ പൂച്ചേരെയൊക്കെ ഒരു ഫറിൻ്റെ ഇതും കണ്ണൊക്കെ ജില്ല്. അതേപോലെ തന്നെ എൻ്റെ നല്ല ഓട്ടോമൊബൈൽ ഷോട്ട്സ് ആയിക്കോട്ടെ, കാറ് ആയിക്കോട്ടെ, ലാൻഡ്സ്കേപ്പ് ആയിക്കോട്ടെ, എന്തും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് ഇടാൻ പറ്റുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് ഈ ഫോണിൽ എടുക്കാം. ഇത് അൾട്രാ വൈഡിലാണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് ലുക്ക് അറ്റ് ദറ്റ് ക്വാളിറ്റി ഓഫ് ദറ്റ് അൾട്രാ വൈഡ്. ഇത് വെച്ച് നല്ല സ്റ്റഡി ഫോട്ടോസ്, ഈ OIS ഉള്ളതുകൊണ്ട് സ്റ്റഡി ഫോട്ടോസും സ്റ്റഡി വീഡിയോസും നിങ്ങൾക്ക് അൾട്രാ വൈഡ് വെച്ച് എടുക്കാൻ പറ്റും. സോ വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ ഇറ്റ് വിൽ ബി എ ഗുണകരം. വെരി നൈസ് പിക്ചേഴ്സ് ടേക്കൺ ബൈ അവർ ഗ്രേറ്റ് സിനാൻ, നമ്മുടെ നൊമാഡിയനും പിള്ളേരും. നൈസായിട്ടുള്ള കിടിലം ഫോട്ടോസ് നിങ്ങൾക്ക് ഈ ഫോൺ വെച്ചെടുക്കാം. ഈസി പീസി ആൻഡ് മീസി ആയിട്ട്. സോ അതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഫോൺ മെയിൻലി അവർ ഫോക്കസ് ചെയ്തേക്കുന്നത് വീഡിയോ സെൻട്രിക് ആണ്. നമ്മൾ വീഡിയോയിലോട്ട് കയറുന്ന സമയത്ത് കണ്ട ഇത്രയും ഓപ്ഷൻസ് നിങ്ങളിപ്പോൾ ലോഗ് കയറണമെങ്കിൽ ലോഗ് ഇടാം. മറ്റേ ഞാൻ പറഞ്ഞ മൈക്കിൻ്റെ പരിപാടി ഇവിടെ വരുന്നുണ്ട്. അതേപോലെ 4K 120 FPS നമുക്ക് എല്ലാ സാധനത്തിൽ നിന്നും സ്ലോ മോഷൻ എടുക്കാം. അൾട്രാ വൈഡിൽ നിന്ന് എടുക്കാം, വൈഡിൽ നിന്ന് എടുക്കാം, ഇത് ക്ലോസിൽ നിന്ന് എടുക്കാം അറ്റ് 120 FPS. 8K 30 FPS സപ്പോർട്ടും വരുന്നുണ്ട്. ആൻഡ് ഇതിൽ ഓൾസോ നമുക്ക് പ്രോ വീഡിയോ എന്ന് പറയുന്നൊരു സ്പെഷ്യൽ സാധനം അവർ തരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇവരെ തന്നെ ഒരു ലോക്ക് ഫോർമാറ്റ് കാണാം. ഇവിടെ നമുക്ക് FPS നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് FPS-നെ ഇങ്ങനെ ഇതിന് തൊട്ട് കഴിഞ്ഞാൽ 4K-ലോട്ട് തട്ടാം. FPS നമുക്ക് 24 ആക്കാം, 25 ആക്കാം. 25 കൂടെ ഓപ്ഷൻ. പിന്നെ ഷട്ടർസ് നമുക്ക് കൂട്ടാൻ കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഓട്ടോയിലാക്കാം, ISO ഓട്ടോയിലാക്കാം, വൈറ്റ് ബാലൻസ് ഓട്ടോയിൽ വേണമെങ്കിൽ ആക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. ബട്ട് ഐ റിയലി ലൈക്ക് ദിസ് പെർട്ടിക്കുലർ മോഡ്. ഇഫ് യു ആർ ടേക്കിംഗ് വീഡിയോ, ദിസ് ആക്ച്വലി പ്രിറ്റി കൂൾ. നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ലട്ടും ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റുന്നതാണ്. ഓക്കെ, ലോഗിൽ കയറിയിട്ട് നമുക്ക് ലട്ട് ആഡ് ചെയ്യാം അഡീഷണൽ. ഇതേപോലെ എടുത്തിട്ട് ഈ പ്ലസ് സൈനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതെടുത്തിട്ട് ഇടാം. അത് കഴിഞ്ഞ് പോർട്രേറ്റ് മോഡൊക്കെ അറിയാമല്ലോ. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ ഇതേപോലെ നിങ്ങൾ വല്ല വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണെങ്കിൽ ഫ്ലോട്ടിംഗ് ക്ലൗഡ് ആക്കാം. ഇതൊക്കെ ലോങ് എക്സ്പോഷറാണ്. ഫയർ വർക്ക്സ്, സ്റ്റാർ ട്രയൽ, ലൈറ്റ്, ഗ്രാഫിറ്റി, ഇതൊക്കെ നമുക്ക് ലോങ് ഷട്ടർ സ്പീഡ് ഇട്ടിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ലോങ് എക്സ്പോഷർ. പിന്നെ ഈ സാധനം സൈസ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫ്രെയിമിങ് കറക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പിന്നെ പനോരമ. ഇത്രയും സാധനങ്ങളാണ്. ലാൻഡ്സ്കേപ്പ് ആൻഡ് സിനിമ. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള 3 ഫിൽറ്റേഴ്സ് അവർ തരുന്നുണ്ട് കേട്ടോ. ഹ്യൂമാനിസ്റ്റ്, പിന്നെ ഡേ ലൈറ്റ്, 160, 200. അതൊരു കോട്ടക് നമ്മുടെ ഈ ഫൂജി ഫിലിമിലൊക്കെ കിട്ടുന്ന ഒരു 3 കിഡിലം ഫിൽറ്റേഴ്സ് അവർ തരുന്നുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടി വരുന്നുണ്ട്. അഡ്വാൻസിൽ കയറി കഴിഞ്ഞാൽ അല്ലാതെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാറിയെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് ഈ 3 സാധനം സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന സമയത്ത് കിഡിലാണ് കേട്ടോ. അടിപൊളി, നല്ല ടോണിൽ എടുക്കാൻ പറ്റും. നല്ല ജപ്പാനിലോ ചൈനയിലോ കുറച്ചും കൂടെ സിറ്റി സെറ്റപ്പിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഫ്രൂട്ട്സിൻ്റെ ഫോട്ടോ എടുക്കുക, ആൾക്കാരുടെ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ പോർട്രേറ്റ് വീഡിയോ ഓപ്ഷൻ വരുന്നുണ്ട് നമ്മുടെ സിനിമാറ്റിക് മോഡ് പോലെ. ഇവിടെ മോറിൽ വന്നു കഴിഞ്ഞാൽ സ്ലോ മോഷൻ, പ്രോ ഫോട്ടോ, സ്പേഷ്യൽ ക്യാമറ. അതായത് ഈ വിവോരെ കണ്ണി വെക്കുന്ന ഒരു സാധനമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്പേഷ്യൽ ക്യാമറ. അതേപോലെ അൾട്രാ HD ഡോക്യുമെൻറ്റ്, നിങ്ങളുടെ കയ്യിൽ വല്ല സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ID കാർഡൊക്കെ എടുക്കണമെങ്കിൽ അതെടുക്കാം. ടൈം ലാപ്സ്, അണ്ടർ വാട്ടർ, പ്രോ വീഡിയോ, സാധനം. സ്റ്റേജ് ഓപ്ഷനിനകത്താണ് നമ്മുടെ ഈ സാധനം കിടക്കുന്നത്. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഡ്യുവൽ വ്യൂ, ഈ സാധനം ഇതിൻ്റെ അകത്താണ് കിടക്കണം കേട്ടോ. ഇതിൽ നമുക്ക് 4K 60 വരെ നമുക്ക് ക്വാളിറ്റി കിട്ടും. അപ്പം ഡ്യുവൽ വ്യൂ വേണ്ടവർക്ക് സ്റ്റേജ് മോഡിൽ കയറി നോക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഫുഡിൻ്റെ ഫോട്ടോ എടുക്കണം, അതെടുക്കാം. സ്നാപ്ഷോട്ട്, ക്രിയേറ്റീവില് നമ്മുടെ X300 FE വീഡിയോ കണ്ടവർക്ക് അറിയാം. ആ സാധനം ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ എഫക്ട്സ്, അതിൽ ഈ അർബൻ റെട്രോ ഇസ് മൈ ഫേവറേറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റ്, ഫയർ വർക്ക് കൊടുക്കുക, ആൾക്കാരെ ബാക്കിൽ ലൈറ്റ് വരുത്തുന്നത്, ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. അതൊരു സിനാറിയോ വെച്ചിട്ട് ഒരു കുറച്ചും കൂടെ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് അടിപൊളി ഫോട്ടോസ് ഇത് എടുക്കാൻ പറ്റും.
സോ ദാറ്റ് ഈസ് ഓൾസോ ദെയർ ഇൻ ദിസ് പെർട്ടിക്കുലർ ഐറ്റം. എല്ലാം ഓഫ് ചെയ്തിടണം. ഈ റിയലിസ്റ്റിക് റേഡിയൻ്റ് ഒന്നും എടുത്തിടരുത്, നമ്മളെയൊക്കെ വേറെ പലതും ആക്കിക്കളയും. അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ അതാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പരിപാടി. ഷിലു ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ക്യാമറയുടെ ഇത് ക്വാളിറ്റി കേട്ടോ. വിവോ X300 അൾട്രയിൽ ഫ്രണ്ട് ക്യാമറ കൊള്ളാം, രസമൊക്കെയാണ്. ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നിപ്പിൽ നമുക്ക് റിവേഴ്സിലോട്ട് പോകണമെങ്കിൽ അതും പറ്റും കേട്ടോ. 4K ആയതുകൊണ്ട് തന്നെ നിന്നിപ്പിൽ എൻ്റെ ഇതേപോലെയൊക്കെ നമുക്ക് സൂം ഇന്നും സൂം ഔട്ടൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ പറയാം, എന്തൊരു സ്മൂത്ത് എന്നുണ്ട് അൾട്രാ വൈഡ്, എജ്ജാതി അൾട്രാ വൈഡ് എന്നുണ്ട്. സൂം ഇൻ ചെയ്യണമെങ്കിൽ ഡിങ് വേണ്ട, ക്ലാരിറ്റി വൈസ് നോക്കിയേ എന്ത് സ്മൂത്തായിട്ട് പോകണമെന്നുണ്ട. അല്ലാതെ ഇത് കള്ളൻ ബാറ്റ്മാൻ. പക്ഷെ ഒരു അടി വരും കേട്ടോ. 35 to 85 നമുക്കൊരു സ്മൂത്തായിട്ടുള്ള ട്രാൻസിഷൻ അല്ല, എന്നാലും കുഴപ്പമില്ല. ബട്ട് ദിസ് അൾട്രാ വൈഡ് വെച്ചതാണ്ടേ ഇതേപോലെ നിങ്ങൾക്ക് ഗംഭീര വ്ളോഗ് എടുക്കാം. ആപ്പിളിൽ അൾട്രാ വൈഡിൽ OIS ഇല്ല. ഓക്കെ, അതായത് നിങ്ങളുടെ 17 ആയിക്കോട്ടെ 17 Pro ആയിക്കോട്ടെ ഇതിലൊന്നും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിങ് ഇല്ല. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇതേപോലെ വാക്കിംഗ് ഷോട്ടൊക്കെ അൾട്രാ വൈഡിൽ എടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഇപ്പം നിപ്പിൽ ഞാൻ പറയില്ല, നമുക്ക് ഒരേ സമയത്ത് ഫ്രണ്ടും ബാക്കും ക്യാമറ സ്വിച്ചും ചെയ്യാം. അൾട്രാ വൈഡ് അടിപൊളിയോ. സോ വ്ളോഗ് ചെയ്യാൻ ഒരു രക്ഷയില്ല. പിന്നെ 4 മൈക്ക് വരുന്നതുകൊണ്ട് ഓഡിയോ ക്ലാരിറ്റി ജില്ലാണ്. ഈ മൈക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരാവണ്ണം ഈ അടിയിലാണ് ഈ മൈക്ക് ഇരിക്കുന്നത്, താഴെ അതായത് ഈ സൈഡിൽ ഈ ചാർജറിൻ്റെ അടുത്ത്. അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു മെസ്സേജ് തരും, അത് നിങ്ങളുടെ മൈക്രോഫോണ് തടഞ്ഞിരിക്കുകയാണ്, അത് കൈയെടുക്കണമെന്ന് പറയൂല. ഫസ്റ്റ് വെച്ചാൽ നമ്മൾ ദ ബോട്ടം മൈക്രോഫോൺ ഹാസ് ബീൻ ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. സോ ദാറ്റ് ഇസ് ആക്ച്വലി എ ഗുഡ് തിങ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല സ്റ്റാൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വ്ളോഗ് എടുക്കാനായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഏത് മൈക്ക് വേണമെങ്കിലും കണക്ട് ചെയ്യാം. DJI മൈക്ക്, റോഡിൻ്റെ മൈക്ക്, ഏത് മൈക്ക് വേണമെങ്കിലും കണക്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല, സൂപ്പറായിട്ട് നടക്കും. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഫോർ വ്ളോഗിങ് പർപ്പസ് ആൻഡ് ഓൾസോ ഫോർ ടേക്കിംഗ് സം റിയലി ഗുഡ് ഷോട്ട്സ് വേറെ ലെവൽ. ഒരു രക്ഷയില്ല. വീഡിയോ എടുക്കാനായാലും ശരി, ഐ തിങ്ക് ആൻഡ്രോയിഡ് ലോകത്തിൽ വീഡിയോ എടുക്കാൻ ദിസ് ഇസ് ഡെഫിനറ്റ്ലി ദ ബെസ്റ്റ് ക്യാമറ എവർ. മറ്റേ കാറ്റഗറിയിൽ അണ്ണനെ തൊടാൻ പറ്റില്ല, നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അത് വരില്ല. അതിൻ്റെ ഒരു സ്കിൻ ടോൺ ആയിക്കോട്ട്, ആ സാധനം എടുത്ത് ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ കിട്ടുന്നൊരു ഈസിനെസ് ആയിക്കോട്ട്, അതൊന്നും ഇതിൽ കിട്ടൂല എന്നല്ല, എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്സിങ് ഉണ്ട്. എസ്പെഷ്യലി സ്കിൻ ടോണൊക്കെ സ്റ്റിൽ ഇത്തിരി കുറെ സെറ്റാകാനുണ്ട് അവർ. മേ ബി വിത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ദേ ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട്. ഞാൻ പറയും മോശമെന്നല്ല, മറ്റതിനൊരു വേറൊരു എഡ്ജുണ്ട്, മനസ്സിലായ ഐഫോണിന്. എന്തൊക്കെ പറഞ്ഞാലും ഇവർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആയി. ഇപ്പോൾ iPhone 2 ഇതിൽ നിന്ന് നമുക്ക് ഐഫോണിലോട്ട് സാധനങ്ങൾ സെൻഡ് ചെയ്യാം വയ മറ്റേ നമ്മുടെ എയർ ഡ്രോപ്പ് ഓൺ ചെയ്യുക, ക്വിക്ക് ഷെയർ വഴി വീഡിയോസൊക്കെ അതിലോട്ട് തട്ടാം, ഫോട്ടോസൊക്കെ തട്ടാം, ഈസി PC. എന്താണെങ്കിലും അതാണ് ഇതിൻ്റെ ക്യാമറയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് എ വെരി ഗുഡ് ക്യാമറ, വെരി കേപ്പബിൾ ക്യാമറ, ഇറ്റ്സ് എ അൾട്രാ ഫോൺ. സോ മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കോൺസെപ്റ്റ്. ഇത് വളരെ ലിമിറ്റഡ് നമ്പറിൽ ഇറങ്ങാൻ പോകുന്ന സാധനമാണ്. ഇതിൻ്റെ മറ്റേ ഫുൾ പെട്ടിയില്ലേ, അത് മേടിക്കാനായിട്ട് ഏകദേശം 7,999 dirhams ആവും. അതെനിക്ക് തോന്നുന്നു തീർന്നെന്ന് തോന്നുന്നു ആ സാധനം. അത് സോൾഡ് ഔട്ടായി. അത് ആകെപ്പാടെ ഒരു 50 പീസൊക്കെ ഇറക്കത്തുള്ളൂ. അത് തീർന്നെന്ന് തോന്നുന്നു. നാട്ടിൽ 2,10,000 രൂപ. ഇവിടെ ദുബായിൽ ഈ ഫോൺ മാത്രം മേടിക്കാൻ 5,999 dirhams ആണ്. നാട്ടിലാണെങ്കിൽ 1,70,000 രൂപ. ഈ പറയുന്ന ഈ മറ്റേ കുഴലും മറ്റേ കേസൊക്കെ മാത്രം മേടിക്കാനാണെങ്കിൽ 7,499. ഓക്കെ, മറ്റേ ഫുൾ സാധനം കിട്ടൂല, ജസ്റ്റ് കേസും മറ്റേ കുഴലും മാത്രം കിട്ടും. നാട്ടിൽ എനിക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് എവിടെ പോയി മേടിക്കാം. നിങ്ങൾ വിവോയുടെ ഡയറക്റ്റ് മേടിക്കാം, ന്യൂണിൽ നിന്ന് മേടിക്കാം, അവർ മറ്റേ ജംബോ എല്ലായിടത്തും കിട്ടും. സോ വേണ്ടവർക്ക് നിങ്ങളൊരു അൾട്ടിമേറ്റ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി നോക്കുന്നവർ, ആൻഡ്രോയിഡ് ലോകത്ത് നോക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ ഗ്രേറ്റ് ഫോൺ. ആൻഡ് എനിക്ക് ഈ ഒരു വേളയിൽ കുറേ നെഗറ്റീവ് അടിക്കണ സാംസങ്ങിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരും പിന്നെ അവിടെ ഈ കടയിട്ടിട്ട് സാംസങ്ങിൻ്റെ സാധനം എടുത്ത് വെച്ചേക്കുന്ന ചേട്ടന്മാർ ഇപ്പോൾ വന്ന് ഭയങ്കര മറ്റേ കൊണയടിയാണ്. ഞാൻ മറ്റെന്തൊരു വിവോ ഒരു അണ്ണനാണ്, അളിയനാണെന്നൊക്കെ. ഞാൻ ഒരു കാര്യം പറയാം, എന്നെക്കൊണ്ട് വെറുതെ വായ ഉറപ്പിക്കരുത്. ഞാൻ ഓരോരോ ഫോണും നിങ്ങൾ എടുത്തു വെച്ചിട്ട് ഞാൻ വലിച്ച് കീറും. അമ്മാതിരി
ഓഞ്ഞ പരിപാടിയാണ് സാംസങ് ആസ് എ കമ്പനി കാണിക്കുന്നത്. അതായത് വെൻ യു ലുക്ക് അറ്റ് ദ പ്രൈസ് ടു ദ സ്പെസിഫിക്കേഷൻ മൊണ്ണയാണ്. ആകെ പാട് അതിൽ എടുത്ത് പറയാനുള്ളത് അവരുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്, One UI. അതല്ലാതെ നിൻ്റെ കയ്യിലൊക്കെ എന്ത് തേങ്ങയാണ് ആ ഫോണിലുള്ളത്? എന്നെ കൊണ്ട് വെറുതെ ഞാനൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഇടും. എല്ലാ ഫോണും ഞാൻ നഷ്ടം പോലും നോക്കൂല. എല്ലാ ഫോണും നിരത്തി വെച്ചിട്ട് എന്തോന്ന് തേങ്ങയാണ് ഈ വെച്ചേക്കണേന്ന് ഞാൻ ചോദിക്കാം. ഒന്നാമത്തെ കാര്യം, 50,000 ഫോണിൽ 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറ വെക്കുന്ന ഒരേ ഒരു കമ്പനി. അത് മാത്രം പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. എന്നെ കൊണ്ട് ഇനി വേറെ ഒന്നും പറയിപ്പിക്കരുത്. നിൻ്റെയൊക്കെ യച്ചിനോ ഞാൻ പറഞ്ഞാൽ കൂടും. അതുകൊണ്ട് ഈ വന്നിരുന്ന് ഉണ്ടാക്കണവന്മാരടുത്ത് പറയണതാണ്, നിങ്ങൾ മറ്റേ ജീവിക്കുന്ന കേസും കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ ഒറ്റ കാര്യമായിട്ടൊരു കാര്യം പറയുമ്പം അതിലെന്തെങ്കിലും റീസൺ ഉണ്ടായിട്ടേ ഞാൻ അത് പറയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് മറ്റേ മാനത്തൊന്നൊരു സാധനം പറിച്ചെടുത്തിട്ട് ചുമ്മാ ഒരു കമ്പനി എടുത്ത് താഴ്മാടടിക്കാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. നല്ല ഫോൺ ഇറക്കുന്ന കമ്പനി, ഞാൻ ഈ ഫോണിനെയൊക്കെ ഞാൻ എത്ര നാൾ കുറ്റം പറഞ്ഞാണെന്നറിയോ? വിവോ, ഓപ്പോയൊക്കെ. നിങ്ങൾ തന്നെ അതിൻ്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. അന്ന് ഭയങ്കര ശോകമായിരുന്നു. ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ നമ്മളല്ല വേറെ ഏതോ മനുഷ്യനെ പോലെ തന്നെ ഇരിക്കണം ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. ആ ലെവലിൽ നിന്ന് അവന്മാർ ഈ ഒരു ലെവലിലോട്ട് അവർ അത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്മാരെ ആ ഒരു നല്ല കാര്യത്തിന് നല്ലത് തന്നെ പറയണോടെ. പണ്ട് ഞാൻ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കണോ? ഈ ലോകത്തൊരു ആൾക്കും മാറാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. അതൊരു ബ്രാൻഡ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഒരു സിനിമ, ഒരു ഡയറക്ടർ, അയാൾ ഇന്നൊരു മോശം പടം എടുത്ത് നാളെ അയാൾ ഒരു കിടിലൻ മെഗാ ഹിറ്റ് എടുത്ത് കഴിഞ്ഞാൽ അന്ന് നീ മോശം പറഞ്ഞുകൊണ്ട് നീ അവനെ മോശം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കണോ? അങ്ങനെയല്ലല്ലോ. ഒരു നല്ലൊരു ബ്രാൻഡ് ഒരു നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ നല്ലതെന്ന് തന്നെ പറയാം. ഇതോ നാളെ ഒരു കാലത്ത് ഇവർ പിന്നെയും മറ്റേ ഗ്രീൻ ലൈനും മഞ്ഞ ലൈനും പച്ച ലൈനും മറ്റേ പോലെ സോഫ്റ്റ്വെയർ പൊക്കലൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവരെ എടുത്ത് ഞാൻ തന്നെ പറയും. ഈ ചാനൽ എന്നും അങ്ങനെ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞോടെ ഞാൻ നിർത്തുകയാണ്. എന്തിനാണെങ്കിലും മേടിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൊക്കെ ഇട്ടേക്കാം. ആ വഴി നിങ്ങൾക്ക് മേടിക്കാം. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞത് നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും വിവോയിലൊക്കെ ഷോറൂമുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് മേടിക്കാം. സർവീസും കാര്യങ്ങളൊക്കെ വിവോയിലും ടോപ്പ് നോച്ചാണ്, നമ്മൾ ദുബായിലും ടോപ്പ് നോച്ചാണ്. ദുബായിൽ എനിക്കാണ് ബുർജുമാൻ സൈഡിൽ എന്തോ ആണ് ഇവരെ സർവീസ് സെൻറ്റർ വരുന്നത് ദുബായിൽ. UAE-ലും സൗദിയിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്, നിങ്ങൾക്കിത് പോയി മേടിക്കാം. ആൻഡ് അഗെയിൻ ഡാം ഗുഡ് ക്യാമറ സെൻട്രിക് ഫോൺ ഫ്രം വിവോ. ബാറ്ററി ലൈഫ്, എവറിഥിങ്, ഈവൻ ദ പെർഫോമൻസ് ഇസ് ഓൾസോ പ്രിറ്റി നൈസ് ബിക്കോസ് സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെർഫോമൻസ് സൈഡും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ആൻഡ് അതാണ് എനിക്ക് വിവോ X300 അൾട്രയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ മേടിക്കുന്നവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയുക, സോ ദാറ്റ് അൾട്ടിമേറ്റ്ലി ആൾക്കാർക്ക് ആ ഒരു പേഴ്സണൽ റിവ്യൂവും കൂടെ വായിച്ചതിന് ശേഷം അവർക്ക് ഇതിൽ ഡിസൈഡ് ചെയ്യാം. ബട്ട് അഗെയിൻ ഐ ഫീൽ ഈ ഒരു ഫോണ് ഇത്ര നമ്പർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഫോൺ ഇറക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ബിലീഫ്. ഇതൊരുമാതിരി ഐഫോണൊക്കെ പോലെ മില്യൺസ് ഓഫ് യൂണിറ്റ്സ് ഒന്നും വിൽക്കാനുള്ള ഒരു ഐഡിയയിലായിരിക്കില്ല ഇവരിത് റിലീസ് ചെയ്യുന്നത്. ബിക്കോസ് ഇതിൻ്റെ താഴെ വേറെ ഫോണുകളുണ്ട്. നിങ്ങൾക്ക് ഇതേപോലത്തെ ക്വാളിറ്റിയിൽ ഫോട്ടോസൊക്കെ എടുക്കണം, വീഡിയോസ് എടുക്കണം എന്നൊക്കെ ഉണ്ട്. വീഡിയോ അല്ല, ഫോട്ടോസ് അത്യാവശ്യം എടുക്കണമെന്നുണ്ടെങ്കിൽ X300 Pro ഉണ്ട്, X300 FE ഉണ്ട്, X300 ഉണ്ട്, X200T ഉണ്ട്. എഗെയിൻ എ ഗ്രേറ്റ് ഫോൺ. ഞാൻ പറഞ്ഞു ഇതാരും ഇപ്പം നിങ്ങൾ ഈ വന്നിട്ട് ഭയങ്കര വില കൂടിപ്പോയി, നിങ്ങളടുത്ത് മേടിക്കണ്ട. നിങ്ങളെ കാശിനനുസരിച്ചിട്ടുള്ള വേറെ ഫോണുകൾ അവിടെ ഉണ്ട് ഈ ബ്രാൻഡിൻ്റെ തന്നെ. മേടിച്ചാൽ നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഞാൻ ഇപ്പോഴും വൈ സ്റ്റിക്ക് ടു വാട്ട് ഐ സെഡ്. ഇത്രയും ലക്ഷങ്ങളൊന്നും ചിലവാക്കി ഒരു ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. പക്ഷേ മേടിക്കുന്ന ആൾക്കാർ മേടിച്ചോട്ടെ. അവർക്ക് ഈ വീഡിയോസും ഈ ഫോട്ടോ സാമ്പിൾസൊക്കെ കണ്ടിട്ട് ഇഫ് ദേ ആർ ഗെറ്റിംഗ് കൺവിൻസ് ലെറ്റ് ദം ബൈ ഇറ്റ്. മനസ്സിലായില്ലേ? അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞില്ല, X200T ജില്ലു ഫോൺ 60,000 ആകുമ്പോൾ 50,000 എന്തോ ഓഫർ കിട്ടുന്നുണ്ടായിരുന്നു. കിട്ടില്ല ഫോൺ. വിവോ V70 Lite അടിപൊളി ഫോൺ. സി ദാറ്റ്സ് ദ ഹോൾ തിങ്. നമ്മളുടെ ബഡ്ജറ്റും നമ്മളുടെ ആവശ്യം അനുസരിച്ച് ഫോൺ മേടിക്കുക, കഴിഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ പൈസ വില കൂടത്തേ ഉള്ളൂ. കുറയാവുന്ന സാഹചര്യമൊന്നും ഈ ഇടക്കാലത്തൊന്നും നിങ്ങൾ ആരും നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ റാമിൻ്റെ പൈസ ഒരു ഫോണിൽ ഒരു റാം വയ്ക്കാൻ 16 GB റാം വയ്ക്കാൻ 40,000 35,000 35,000 to 42,000 റുപ്പീസാണ് തരണം ഒരു ഫോണിൽ വയ്ക്കാൻ. ആ ലെവൽ ഓഫ് പ്രൈസ് ഹൈക്ക് കിടക്കുന്ന സാഹചര്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്നു, എത്രയും വേഗം ഈ പറയുന്ന ഓഫർ, നിങ്ങളതിൽ വല്ല ബാങ്ക് ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ മേടിച്ചോണം. നീ പറഞ്ഞില്ല പിടിച്ചില്ല എന്നൊന്നും പറയരുത്. ഞാൻ പോണേ കേട്ടാ, ശരി.